ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന തിരുവോണ ദിവസം രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 നേന്ത്രപ്പഴം എടുക്കുന്നുണ്ട്. അതിൽ 3 ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഇവിടെ കാണിക്കുന്നത് പോലെ സ്ലൈസ് ചെയ്തെടുക്കുക. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ ശർക്കരേൻ്റെ പൊടിയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 കല്ല് ശർക്കര എടുക്കുക. ഇനി അത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കി മാറ്റി വെക്കുക. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ സ്ലൈസാക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വാട്ടിയെടുക്കുക. കളറ് മാറി വന്നു കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞ കളറായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഈ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് കട്ടിയായി വരുമ്പോൾ, അതായത് പഴമൊന്ന് വെന്ത് ശർക്കര ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് വറ്റി വരാറാവുമ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഏലക്കവും ജീരകവും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കുക, ഒരു 5 മിനിറ്റും കൂടെ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് പപ്പടം വാട്ടിയെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ പപ്പടത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്, നല്ല രുചിയാണ്. അപ്പോൾ രാവിലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എൻ്റെ BV സ്പെഷ്യൽ ഫാമിലിക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ.